തൊടുപുഴയിൽ മർദ്ദനത്തിനിരയായ 7 വയസ്സുകാരനെ അമ്മയുടെ സുഹൃത്ത് ലൈംഗികമായും പീഡിപ്പിച്ചിരുന്നുവെന്ന് പോലീസ്. പ്രതി അരുൺ ആനന്ദിനെതിരെ പോക്സോയും ചുമത്തും. തെളിവെടുപ്പിനായി അരുണിനെ വീട്ടിലെത്തിച്ചപ്പോൾ നാട്ടുകാർ കയ്യേറ്റത്തിന് ശ്രമിച്ചു. ഇടുക്കി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 7 വയസ്സുകാരനെ നിലത്തടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്ന അമ്മയുടെ സുഹൃത്തും പ്രതിയുമായ അരുൺ ആനന്ദ കുട്ടിയെ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നതായും പോലീസ് കണ്ടെത്തി. വൈദ്യപരിശോധനയിൽ ഇത് തെളിഞ്ഞതായും ഇടുക്കി SP വ്യക്തമാക്കി. എക്സാം ചെയ്തപ്പോഴത്തേക്കും ഒരു അൺയൂഷ്വലായിട്ടുള്ള ഒരു കൺഫ്യൂഷനും ഒരു വീക്കങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചങ്ങാതിക്ക് ഇതിനു മുമ്പ് അങ്ങനത്തെ ചെറിയൊരു ഹാബിറ്റ് ഉള്ളതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേക കേസ് ഉണ്ടാവും. കുട്ടിയുടെ അച്ഛന്റെ മരണം സംബന്ധിച്ച് പ്രതിക്ക് ബന്ധമുണ്ടോ എന്ന് വേണ്ടി വന്നാൽ അന്വേഷിക്കും. ഏത് അലിഗേഷനും നമുക്ക് അന്വേഷിക്കാം. അഥവാ ഇദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്നുള്ളത് നമുക്കത് തെളിയുകയാണെങ്കിൽ ആ രീതിയിലും അന്വേഷണം ആ രീതിയിൽ പോകുന്നതാണ്. പ്രതി ലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിച്ചിരുന്നു. ഇയാളുടെ കാറിൽ കണ്ടെത്തിയ മഴുവിന്റെ സാന്നിധ്യം ഉൾപ്പെടെ അന്വേഷിക്കും. തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ചെന്നും പ്രതി കുറ്റം സമ്മതിച്ചതായും SP വ്യക്തമാക്കി. കുട്ടിയുടെ അമ്മയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യും. പ്രതി താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തിച്ച് പോലീസ് ഇന്ന് രാവിലെ തെളിവെടുപ്പ് നടത്തി. രോഷാകുലരായ നാട്ടുകാർ പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. നാട്ടുകാരുടെ രോഷപ്രകടനത്തിൽ നിന്ന് പണിപ്പെട്ടാണ് പ്രതിയെ പോലീസ് തിരികെ മടക്കിയത്. മീഡിയ 1 ഇടുക്കി. മക്കളെയും മരുമക്കളെയും ക്രൂരമായി കൊലപ്പെടുത്തുന്ന നാടായി കേരളം മാറിയെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഇത് പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ B. കെമാൽ പാഷ, ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി, ശ്രീമതി PM ആതിര, അഭിഭാഷക, ഡോക്ടർ മോഹൻ റോയ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിവരാണ്. ചർച്ചയിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ചെറിയ ഇടവേള, വേഗം വരാം. ചർച്ചയിലേക്ക് ആദ്യം ജസ്റ്റിസ് കമാൽ പാഷ. ശ്രീ കമാൽ പാഷ, താങ്കൾ ഇന്ന് നടത്തിയ ഒരു പ്രസ്താവന കണ്ടു. കർക്കശമായ ശിക്ഷ ഇതിനൊക്കെ നൽകുകയാണ് ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടത് എന്ന്. പക്ഷെ നമുക്ക് ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും ഈ പറയുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ അതിലെല്ലാം മാനസിക നില തെറ്റിയതോ അല്ലെങ്കിൽ പ്രത്യേകമായ തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരോ ആയിട്ടുള്ള ആളുകളാണ് ഈ കൊലപാതകങ്ങളും ഈ അക്രമങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത് എന്ന് കാണാം. ഇത്തരം ആളുകളെ വളരെ കാർക്കശ്യമുള്ള ശിക്ഷാ നടപടികൾ കൊണ്ട് പിന്തിരിപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണോ താങ്കൾ പറയുന്നത്? അതോ ഒരു പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവരാണോ ഇവർ? ഇതിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളായാൽ പോലും ഇതിനെ കുറച്ചുകൂടെ ഗ്രാവിറ്റി കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, നമ്മുടെ നിയമ സംവിധാനത്തിൽ ആ ക്രിമിനൽ ജസ്റ്റിസ് ഡിസ്പെൻസിങ് സിസ്റ്റം അതിന് ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. കാരണം ഇന്ന് മറ്റ് ഒരുപാട് വികസിത രാജ്യങ്ങൾ ഇൻക്വിസിറ്റോറിയൽ ട്രയലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ പഴയ അക്വിസിറ്റോറിയൽ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രതി കയ്യും കെട്ടി വന്ന് നിൽക്കുക, അവൻ എന്ത് കുഴപ്പം കാണിച്ചിട്ട് കൂട്ടിക്കയറി വെറുതെ നിൽക്കാം, ഒരു പ്രശ്നമില്ല. അവൻ വാ തുറന്നില്ലെങ്കിൽ പോലും സാക്ഷികളെല്ലാം വന്ന് അവനെതിരെ മൊഴി കൊടുക്കാതെ മൊഴി കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ സാക്ഷികൾ ഹോസ്റ്റലായി മാറുന്നു. കൂടാതെ സംശയ ലെവലേശമന്യേ ഇവനെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാരണം ചൂണ്ടിക്കാണി ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുത്താണ് ധാരാളം പ്രതികളെ വെറുതെ വിടേണ്ടതായിട്ട് വരുന്നത്. ഇപ്പം പ്രതികളെ വെറുതെ വിടുന്നുണ്ടല്ല ഞാൻ പറഞ്ഞത്, നിരപരാധികളാണെങ്കിൽ അവർ വെറുതെ വിടണം. പക്ഷേ ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ തെളിവ് ഭാരം പ്രോസിക്യൂഷൻ ഒരുപാട് കുറയേണ്ടതാണ്. നേരെ മറിച്ച് ആ വ്യത്യാസമൊന്നും ഇപ്പോൾ നിയമത്തിലില്ല. പോക്സോ അനുസരിച്ചുള്ള കേസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോൾ ഈ കുഞ്ഞ് ഇപ്പോൾ കൊല്ലപ്പെടുന്നതിന് വേണ്ടിയുള്ള എന്ന് വെച്ചാൽ മരണമായിട്ട് മല്ലടിക്കുകയാണ് ആ കുഞ്ഞ്. ഞാൻ കണ്ടതാണ്. 307 വകുപ്പ് മാത്രമേ അതിൽ നിലനിൽക്കുള്ളൂ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആ കുഞ്ഞ് കൊല്ലപ്പെടുകയാണെങ്കിൽ അത് 302 ആകും. 302 ആയാൽ പോലും അതിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ ശിക്ഷാവിധികളൊക്കെ എന്താ നടക്കുന്നതെന്നൊക്കെ നമ്മൾ ധാരാളം കാണുന്നല്ലേ. ആളുകൾക്കൊരു ഭയം വരണം. ഇത് അവന് തോന്നുക എന്ത് തോന്നിവാസം കാണിച്ചാലും അവന് ഒന്നുകിൽ ജയിൽ ശിക്ഷ കിട്ടുന്നില്ല, അല്ലെ വധശിക്ഷ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ അവന് എന്ത് ചെയ്യാനുള്ള ഒരു ധൈര്യം വരും. അതാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. ഇപ്പോൾ പല ആളുകളും വധശിക്ഷയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയാറുണ്ടല്ലോ. ദൈവം തന്ന ജീവൻ മനുഷ്യനെടുക്കാൻ പാടില്ല എന്നൊക്കെ. ഇന്ത്യൻ പീനൽ കോഡിൽ 302 വകുപ്പിനകത്ത് വധശിക്ഷ പറഞ്ഞിട്ടുണ്ട്. അതായത് അതിന് സ്പെഷ്യൽ റീസൺസ് ഉണ്ടെങ്കിൽ 354 വകുപ്പ് CRPC അനുസരിച്ചും വധശിക്ഷ കൊടുക്കാം. 354(4). അപ്പോൾ ഇത് ആ സ്പെഷ്യൽ റീസൺസ് ഉള്ള കേസാണ് ഇതൊക്കെ. പക്ഷേ ഇതിലൊക്കെ എത്ര കേസിൽ വധശിക്ഷ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആളുകൾക്ക് ഭയമുണ്ട്. ഭയമെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം ശിക്ഷ കിട്ടും. ആ ശിക്ഷ കാഠിന്യമുള്ളതായിരിക്കും.
അല്ലാതെ ജയിലിൽ കിടന്ന് തിന്നുകൊഴുക്കാനുള്ളതല്ല. ഓക്കെ, അപ്പൊ ശിക്ഷയുടെ കാഠിന്യത്തെ കുറിച്ച് തന്നെയാണ് താങ്കൾ സംസാരിക്കുന്നത്. ഒരു ന്യായാധിപൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഒരുപക്ഷെ ഊന്നാൻ കഴിയുന്ന കാര്യവും അത് തന്നെയായിരിക്കും. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ഇയാളുടെ കാര്യം എടുക്കും, ഇയാൾ മയക്കുമരുന്നിനും കഞ്ചാവിനുമൊക്കെ അഡിക്റ്റായ ഒരാളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കേഡർ എന്ന മാതാപിതാക്കളെ കൊന്ന യുവാവിൻ്റെ കഥ എടുക്കുക, അയാൾ മാനസിക സ്വാസ്ഥ്യമുള്ളയാളല്ല. ഇപ്പോൾ ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഘം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന് അടിപ്പെട്ട ഒരു നിലയിലുള്ള ബോധവുമുള്ളവരല്ല. ഇത്തരം ആളുകളെയൊക്കെ നമുക്ക് ശിക്ഷ കൊണ്ട് ഭയപ്പെടുത്താം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഫോം ചെയ്തു വരുന്ന ഈ ക്രിമിനൽ കൂട്ടങ്ങൾ, മാനസിക നില തെറ്റിയവർ, അല്ലെങ്കിൽ മയക്കുമരുന്നടിച്ച് ബോധം പോയവർ, പ്രത്യേകമായ ജീവിത സാഹചര്യങ്ങളിലൂടെ വന്ന് ക്രിമിനലുകളായി മാറ്റപ്പെട്ടവർ, ഇവരെയൊക്കെ നമ്മുടെ സാധാരണ സിസ്റ്റത്തിനകത്തുള്ള ശിക്ഷയുടെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തി ഇങ്ങനെ ഫോം ചെയ്തു വരുന്ന ക്രിമിനൽ കൂട്ടങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തന്നെയാണോ? ഒരുപാട് പേരങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനും കേൾക്കാറുണ്ട്. പക്ഷേ സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യം ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു 15 ദിവസം ഞാൻ അവിടെ സന്ദർശിക്കാനിടയായി. എന്നെ ഒരു 4-5 പള്ളികൾ കൊണ്ട് കാണിച്ചു. അവിടെ ഉള്ളവർ തലവെട്ടുന്ന പള്ളി എന്നാ പറഞ്ഞാൽ അവിടെ എന്താണെന്നറിയോ, അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവൻ അവന് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്ന വധശിക്ഷ തന്നെയാണ് അവിടെ. അതായത് ഈ കൊലപാതകത്തിന് കൊടുക്കുന്ന ശിക്ഷ വധശിക്ഷ തന്നെയാണ്. അത് പരസ്യമായിട്ട് അവർ ചെയ്യാറുണ്ട് പലപ്പോഴും. അത് പള്ളിയുടെ മുറ്റത്ത് വെച്ച് ജുമാ കഴിഞ്ഞോ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിൽ വളരെ ക്രൂരമായ സംഭവങ്ങളാണെങ്കിൽ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചപ്പാടുണ്ട്. അടുത്ത ഒരു കാര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ കേൾക്കാനിടയായി. അതായത് അവിടെ രാജകുടുംബത്തിൽപ്പെട്ട ഒരംഗം, അയാള് ഇതേപോലെ ഒരു കൊലക്കേസിലെ പ്രതിയായി. അതായത് ഒരു ഇന്ത്യക്കാരനെയാണ് കൊന്നത്. പറഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കൊല്ലാനിടയായി കഴിഞ്ഞപ്പോൾ അവിടെ ഈ കൊലപാതകം നടത്തി കഴിഞ്ഞാൽ വധശിക്ഷയ്ക്ക് പകരമായിട്ട് ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഈ അവകാശികൾ, ഈ മരിച്ചുപോയ ആളുടെ അവകാശികൾ, അനന്തരാവകാശികൾ, അയാൾക്ക് മാപ്പ് കൊടുക്കുന്നതിന് അത് വലിയ തുകയാണ് പ്രതിഫലമായിട്ട്. അതാണ് ബ്ലഡ് മണി. അത് കിട്ടും. കാരണം മരിച്ചുപോയവൻ അയാൾ പോയല്ലോ. ആ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഈ ബ്ലഡ് മണിക്ക് അവിടെ വിലയുണ്ട്. അപ്പോൾ ഈ രാജകുടുംബത്തിൽപ്പെട്ട ഇയാളെ രക്ഷപ്പെടുത്താൻ അത് ഇവർ സമ്മതിക്കണം. ബ്ലഡ് മണി വലിയ കോടികളാണ് ഓഫർ ചെയ്തത്. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാൾ പറഞ്ഞ എന്താ അറിയോ, നയതന്ത്ര തലത്തിൽ പോലും അതിനെ അയാളെ സ്വാധീനിക്കാൻ വന്നു. കാരണം ഏതെങ്കിലും വിധത്തിൽ രാജകുടുംബത്തിൽ അംഗമാണ്, അയാൾക്ക് പറ്റിപ്പോയതാണ്, ഒന്ന് മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യനുണ്ടല്ലോ, ഒന്നുമില്ലാത്ത മനുഷ്യൻ, അയാൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ മകന്റെ ചോരയുടെ പണം എനിക്ക് വേണ്ട, എൻ്റെ മകനെ കൊന്നവനെ ശിക്ഷിച്ചു കാണണം എനിക്ക്. അതാണ് അയാൾ പറഞ്ഞത്. പരസ്യമായിട്ട് ഇയാളെ തലവെട്ടി കൊന്നു. അതാണ് ആ നാട്. നമ്മുടെ ഈ നാട്ടിലൊന്ന് ആലോചിച്ച് നോക്കുള്ളൂ, ഇങ്ങനെ ഒരു രാജാവിന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരുത്തനെ ശിക്ഷിക്കാൻ പറ്റുമോ? അത്തരം കർശനമായ ശിക്ഷാ നടപടികൾ വേണമെന്നതിൽ തന്നെയാണ് താങ്കൾ ഊന്നുന്നത്. ഞാൻ വരാം. ഡോക്ടർ മോഹൻ റോയ്, ഇപ്പോൾ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഇത്തരം നിഷ്ഠൂരമായ അക്രമങ്ങൾ, അത് നമ്മുടെ വീടിനകത്ത് തന്നെ നടക്കുന്ന ഇത്തരം അക്രമങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലിപ്പോൾ ഒട്ടും ഒറ്റപ്പെട്ട സംഭവം നിലയ്ക്ക് ചുരുക്കി കാണാൻ കഴിയാത്തതായി മാറിയിട്ടുണ്ട്. ഇടുക്കിയിൽ തന്നെ നമ്മുടെ നാട് ഏറെ ദിവസം ചർച്ച ചെയ്ത സംഭവങ്ങളുടെ പട്ടിക എടുത്താൽ വളരെ അടുത്ത് ഒന്നുകൂടി സംഭവിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ഇത് സാധാരണ എല്ലാ നാടുകളിലും ഉണ്ടാകുന്ന ക്രൈം സ്റ്റോറീസ്, അതിനകത്തുണ്ടാകുന്ന ക്രിമിനൽ നടപടിക്രമങ്ങളിൽ പോവുക, അങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന നിലയിൽ കണ്ടാൽ മതിയോ, അസ്വാഭാവികമല്ലാതെ? അതോ ഇതിന് സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട കേസാണോ? നോക്കൂ, നമ്മുടെ നാട്ടിൽ സാമൂഹികപരമായി ധാരാളം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആൾക്കാരുടെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇതിലൊക്കെയുള്ളൊരു പ്രധാന ഘടകം ലഹരിയുടെ ഒരു അമിതമായ ഉപയോഗമാണ്. നമുക്ക് ഈ അടുത്ത കാലത്ത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കുറ്റവാളികളുടെ ഒരു പശ്ചാത്തലം, അവരുടെ ഒരു സാമൂഹ്യ പശ്ചാത്തലം, അവരുടെ സ്വഭാവ രീതി പരിശോധിച്ചാൽ ഇതിൽ എവിടെയെങ്കിലും ലഹരിയുടെ വളരെയധികം സ്വാധീനമുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് ഈ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങളിലാവട്ടെ, പ്രസ്തുത കേസിലാവട്ടെ. ഇതോടൊപ്പം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ കാണുന്നു, കുട്ടികൾ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് നാം അങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാ മാതാപിതാക്കളും അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത്. കുഞ്ഞിനെ ശിക്ഷിക്കുന്നത്, കുഞ്ഞിനെ വഴക്ക് പറയുന്നത്, അവനെ ഇകഴ്ത്തി കെട്ടുന്നത്, അവനെ പുച്ഛിക്കുന്നത്, അവനെ പരിഹസിക്കുന്നത്. മാർക്ക് കുറഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കഥ മാറി നിൽക്കട്ടെ, 98 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കുട്ടിയോട് 2 മാർക്ക് എവിടെ പോയി എന്ന് ചോദിക്കാനാണ് നമ്മുടെ സമൂഹം ഇന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഉള്ള ഒരു
ചില സാങ്കേതിക പ്രശ്നം ഞാൻ വരാം. കമാൽ പാഷ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതിലേക്ക് വിശദമായി പോകാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് കുഞ്ഞുങ്ങളുടെ അവകാശത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. നമ്മുടെ വീടിനകത്ത് അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആർക്കും കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്നാണല്ലോ നമ്മൾ പൊതുവെ വിചാരിച്ചു വച്ചിരിക്കുന്നത്. എൻ്റെ കുട്ടിയെ ഞാൻ ശിക്ഷിക്കും, നീ ആര് ചോദിക്കാനെന്ന ബോധസൃഷ്ടി ഇവിടെയുണ്ട്. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല എന്ന പഴഞ്ചൊല്ല് നമ്മൾ ഏറെക്കാലമായി പറഞ്ഞു കേട്ട ഒന്നാണല്ലോ. കുട്ടിയുടെ അവകാശങ്ങൾക്ക് വിലയില്ല, മാതാവും പിതാവും അവൻ്റെ ഉടമയാണ്, അവനെ ശിക്ഷിക്കാൻ അവർക്ക് അധികാരമുണ്ട് എന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ബോധമുണ്ടല്ലോ. അതിൻ്റെ ഒരു കൂടിയ വേർഷൻ നിലയ്ക്കല്ലേ സത്യത്തിൽ ഇതിനെ കാണേണ്ടത്? അതാണോ ഇതിൻ്റെ അപകടങ്ങളുടെ എല്ലാം മൂല കാരണം? അങ്ങനെ ഒരു പോയിന്റ് വന്നാൽ താങ്കൾ എങ്ങനെ സമീപിക്കുമെന്നതിനെ? ഒരുപാട് മാറ്റം വരണം. അച്ഛനമ്മമാർക്ക് കുട്ടികളെ അങ്ങ് തോന്നുന്ന പോലെ ശിക്ഷിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെ ശാസിക്കാനുള്ള അവകാശമുണ്ട്. ശാസന എന്ന് പറയുന്നത് അവൻ തെറ്റാണ് ചെയ്യുന്നത് എന്നവനെ ബോധ്യപ്പെടുത്തണം. അതിന് ചെറിയ രീതിയിലുള്ള ശിക്ഷകളൊക്കെ കൊടുക്കാം, വളരെ ചെറുത്. അത് ഒരിക്കലും കാഠിന്യമുള്ളതാകരുത്. ആ കുഞ്ഞിന്റെ മനസ്സിനെ മരവിപ്പിക്കുന്നതോ അവന്റെ മനസ്സ് മടുപ്പിക്കുന്നതോ ആവരുത് ആ ശിക്ഷ. അത് ആ പെരുമാറ്റത്തിലോ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് കാണിക്കാം, ഇങ്ങനെ നീ ചെയ്യരുത്, ഇങ്ങനെ നീ ചെയ്യാതിരുന്നാൽ നിനക്ക് ഞാൻ ഇന്നതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അതൊരു ശിക്ഷയാണ്. ആ രീതിയിലൊക്കെ കുഞ്ഞുങ്ങളെ ശാസിക്കാമെന്നുള്ളതല്ലാതെ കുഞ്ഞുങ്ങളെ ഇതുപോലെ ശിക്ഷിക്കാനൊന്നും പറ്റുന്നതല്ല. നമ്മൾ കാണുന്നു ധാരാളം മാതാപിതാക്കൾ ഇപ്പോൾ ഒരുപാട് പേര്, സമൂഹത്തിലെ കാരുണ്യ ആർദ്രതയൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, നശിച്ചുപോയി. മാതൃത്വത്തിൻ്റെയൊക്കെ വില എവിടാണ്? 2 വയസ്സുകാരനായ ഏകലവ്യൻ ചവിട്ടിക്കൊല്ലപ്പെട്ടതാണ്. അവൻ്റെ വാരിയലുകളൊക്കെ തകർന്നപ്പോൾ കുഞ്ഞു കിടന്ന് പിടച്ചില്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ നമ്മൾ. അവൻ്റെ ആന്തരികാവയവങ്ങളൊക്കെ തകർന്ന് മരിച്ചു. ഇപ്പം ദാണ്ടെ ഈ കുഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്നു. മുമ്പ് നമ്മൾ കണ്ട ഷെഫീഖ് എന്ന് പറയുന്ന കുട്ടി, ആ പീരിമേഡ് ഭാഗത്തുള്ള ആ കുട്ടി, അവനെ 2 അമ്മയും അച്ഛനും കൂടെ ചേർന്നു. ഇതൊന്നും ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മൾ എത്രയോ നമ്മൾ കാണുന്നതാണ്. ഇതുപോലെ ധാരാളം ഒരുപാടെണ്ണം കാണുന്നു. ഈ കാണുന്നതിനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ശരിയായ ശിക്ഷ ഒന്നാമത് വേണം. നമുക്കിതൊക്കെ പറഞ്ഞാലും ഇന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഓർത്തു പോവാണ്. സാറേ, പണ്ടൊക്കെ ആണെങ്കിൽ ഇവന്മാരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് പിന്നെ 2 എണ്ണം കൊടുത്തിട്ട് അവരുടെ അടുത്ത് പറയാം, നീ മേര ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ശരിയാക്കുമെന്ന് പറയാം. അവനൊരു ഭയം വരും. ഇന്ന് മനുഷ്യാവകാശങ്ങളല്ലേ? മനുഷ്യാവകാശം എന്ന് പറയുന്ന പ്രതികൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. ഒന്ന് നോക്കിക്കോളൂ. ഈ മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞിന് എന്ത് മനുഷ്യാവകാശമാണ് കിട്ടിയത്? നമ്മുടെ സമൂഹത്തിനെയാണ് ഇത് കുറ്റം പറയേണ്ടത്. കാരണം ഈ കുഞ്ഞ് സ്കൂളിൽ പറഞ്ഞു, ആ കുഞ്ഞിനെ സ്കൂളിൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ കരയുന്നതെന്ന് ചോദിച്ചു. സൊസൈറ്റിയുടെ പ്രശ്നം കൂടി താങ്കൾ പറയുന്നുണ്ട്, അതിലേക്ക് വരാം. ശ്രീമതി PM മാതിര, അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, നമ്മുടെ നിയമ സംവിധാനങ്ങൾ കൂടുതൽ കാർക്കശ്യ സ്വഭാവത്തിൽ ഇടപെടാത്തതിൻ്റെ പരിണിത ഫലമാണ് ഈ ഉണ്ടാവുന്നത് എന്നൊക്കെ. പക്ഷേ നമുക്ക് ഈ സമീപകാലത്തുണ്ടായ സംഭവങ്ങളുടെ സവിശേഷ സ്വഭാവം അറിയാം, അതിലിടപെട്ടിരിക്കുന്ന പ്രതികളുടെ സവിശേഷമായ മാനസികാവസ്ഥയും ഒക്കെ അറിയാം. കാർക്കശ്യമായ നിയമ സംവിധാനങ്ങൾ കൊണ്ടോ കർശനമായ ശിക്ഷാവിധികൾ കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണിതെന്നാണോ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ മാത്രം പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള സൂചനകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ തരുന്നത്. ഒന്ന് നമുക്കറിയാം, കഴിഞ്ഞ നിർഭയ ഇഷ്യൂവിന് ശേഷം നടന്നിട്ടുള്ള ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ അമെൻമെൻറ്റ്, അതിനുശേഷം ആസിഫ വിഷയത്തിന് ശേഷം വീണ്ടും ഉണ്ടായിട്ടുള്ള അമെൻമെൻറ്റ്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കൂടുതൽ കർശനമാക്കിയത്, പോക്സോ നിയമം നിലവിൽ വന്നത്, ഇങ്ങനെ നിയമങ്ങളുടെ മാത്രം പശ്ചാത്തലത്തിൽ മാത്രം ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സാധിക്കില്ല എന്നുള്ള സൂചനയാണ്. അതുകൊണ്ട് മാത്രം ആവില്ല എന്നുള്ള സൂചനയാണ്. അതിനും അപ്പുറത്തേക്ക് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കുട്ടിക്കായാലും ശരി, സ്ത്രീക്കായാലും ശരി, അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണകൂടം എന്തൊക്കെ സംവിധാനങ്ങൾ എടുക്കണം, അതിലെത്രത്തോളം ഭരണ സംവിധാനങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള ചോദ്യം കൂടി ഈ വിഷയത്തിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ വിഷയം എടുത്താലും ശരി, പട്ടിണി കിടന്ന് കൊല ചെയ്യപ്പെട്ടുള്ള സ്ത്രീയുടെ അവസ്ഥയെ എടുത്താലും ശരി, എത്രത്തോളം നമ്മുടെ ഒരു പൗരസമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള ചോദ്യമുണ്ട്. ഈ കുട്ടികളുടെ നിലവിളി എന്താ ആരും കേൾക്കാതെ പോയി? ഇത്രയും കാലം ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ നടന്നിട്ട് ആർക്കും ഒരു ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. കേരളം പോലുള്ള ഒരു സാമൂഹ്യ സാഹചര്യങ്ങളിലൊരിടത്ത് അത്തരം ഒന്നും ഇപ്പം ഈ പറയുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുന്നൊരു സമയത്ത് എത്രത്തെ വീടുകൾക്കകത്ത് ഹൗസ് കോഡ് ഉൾപ്പെടെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഒരു സമൂഹത്തിലെ ഒരു ഘടകത്തിനും ഇത് കണ്ടെത്താനോ അതിലിടപെടാനോ കഴിയുന്നില്ല. അപ്പോൾ സ്ത്രീയുടെ വിഷയം വന്നപ്പോൾ പറഞ്ഞു, ആരോ പരാതി കൊടുത്തു. നമ്മളൊരു വൈമനസ്യം കാണിക്കുന്നതിന്റെ പ്രശ്നമാണോ? വൈമനസ്യത്തിന് മാത്രമല്ല, പലപ്പോഴും ഇടപെടുന്ന ആളുകളെ എങ്ങനെ ഈ സമൂഹം കാണുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം
മാത്രം നോക്കിയാൽ മതി എന്ന് പഠിപ്പിച്ചിട്ടുള്ളൊരു സംവിധാനമുണ്ട്. വളരെ പൊളിറ്റിക്കലായിട്ടുള്ള, വളരെ രാഷ്ട്രീയമായിട്ട് നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പഠിപ്പിച്ചൊരു സംവിധാനം ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പ്രതിപട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഇതിൽ പലതും പുറത്ത് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കോൺസിക്വൻസ്, അതിൻ്റെ സോഷ്യൽ സ്റ്റിഗ്മ, ഇതൊക്കെ മനുഷ്യരെ വല്ലാത്ത രീതിയിൽ, ഇപ്പം ഭർത്താവ് മരിച്ചൊരു സ്ത്രീയുടെ പ്രശ്നം, അതിനെങ്ങനെയാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത്? കല്യാണം കഴിച്ച് വീട്ടിലേക്ക് ഭർതൃഗൃഹത്തിലേക്ക് പറഞ്ഞയച്ചൊരു സ്ത്രീയോടുള്ള കല്യാണം കഴിച്ച് പറഞ്ഞേക്കുന്ന വീടിൻ്റെ സമീപനം എന്താണ്? ഇങ്ങനെയുള്ള ആഴത്തിലേക്ക് ഇത് പോകാത്തിടത്തോളം കാലം ഇത്തരം ഇൻസിഡൻസ് ഇനിയും ആത്യന്തികമായി നമ്മൾ കൊണ്ടുനടക്കുന്ന നമ്മുടെ സിസ്റ്റത്തിനകത്താണ് മാറ്റം വരേണ്ടത്, കുടുംബ വ്യവസ്ഥയ്ക്കകത്തൊക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ കുട്ടികളുടെ കാര്യം. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുത്താൽ കുട്ടികളെന്നാൽ മാതാപിതാക്കളാണ് അതിൻ്റെ ഉടമകളെന്ന രീതി അവർ അംഗീകരിക്കുന്നില്ല. ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഉടമ സത്യത്തിൽ സ്റ്റേറ്റിനാണ് അതിൻ്റെ സംരക്ഷണ ചുമതല. ഇപ്പോൾ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞിട്ടോ തല്ലിയിട്ടോ ഒരു കുട്ടി ഇപ്പോൾ വീടിനകത്ത് കരഞ്ഞാൽ പോലീസിന് ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ള നിയമ സംവിധാനം പല യൂറോപ്യൻ രാജ്യങ്ങളിലുമുണ്ട്. അപ്പോൾ കുട്ടി എന്നത് മാതാപിതാക്കളുടെ ഉടമസ്ഥതയിലുള്ള, അവർക്ക് ശിക്ഷിക്കാനും അവർക്ക് തല്ലാനും തല്ലി നേരെയാക്കാനും ഒക്കെ കഴിയുന്ന ആളുകളാണ് എന്ന നമ്മുടെ നിലവിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് ആദ്യം തിരുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും വികസിത രാജ്യങ്ങൾക്കകത്തും മുൻ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങൾക്കകത്തൊക്കെ അത് സാധിച്ചത് കുടുംബത്തിൻ്റെ ഒരു ജനാധിപത്യവൽക്കരണത്തിൽ കൂടിയാണ്. അതില്ലാത്തൊരിടത്ത് നമ്മളിപ്പോൾ എൻ്റെ കുട്ടിയായാലും ആരുടെ കുട്ടിയായാലും നിങ്ങൾ സ്റ്റേറ്റിൻ്റെ ഉടമസ്ഥതയിലാണ് ഈ കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു കുടുംബഘടന വേണം. ആ ഘടനയിലേക്ക് കുടുംബത്തെ എത്തിക്കാൻ ഒരു നിലയ്ക്കും സമ്മതിക്കാത്ത ഒരുപാട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒടുക്കം ഈ കുലസ്ത്രീ പരിവേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബത്തിനകത്ത് കുഴിച്ചിടണം എന്ന് പറയുന്നതാണ്. സാമൂഹ്യമായൊരു ഇടത്തിലേക്ക് സ്ത്രീ വികസിക്കാൻ വേണ്ടി പാടില്ല, കുട്ടികൾ വികസിക്കാൻ വേണ്ടി പാടില്ല. എങ്ങനെ അവരെ കൂട്ടിലിട്ട് വളർത്താം എന്നുള്ളിടത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സമൂഹം. അത് എത്രത്തോളം ഒരു അരാഷ്ട്രീയമായൊരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അതുണ്ടാക്കുന്ന വ്യക്തിപരമായിട്ടുള്ള ദുര്യോഗങ്ങൾ ഇപ്പോഴും നമ്മൾ കൂടുതൽ അറിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡോക്ടർ മോഹൻ റോയ്, ഇക്കാര്യത്തിൽ സർക്കാർ പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അങ്ങനെ ചെയ്യാൻ കഴിയുക എന്നത് നിയമപരമായ ഇടപെടലുകൾ, പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചുള്ള ഇടപെടൽ അത് മാത്രമാണോ? അതോ ഇതിനകത്തൊരു ഉടച്ചു വാർക്കലിന് വേറെ തരത്തിലുള്ള ഒരു നയസമീപനത്തിൻ്റെ പോലും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരു സമീപന രീതി നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് എന്നാണോ താങ്കൾ പറയുക? നമുക്ക് ഈ വിഷയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞ് മാധ്യമ റിപ്പോർട്ടുകൾക്കനുസരിച്ച് 6 മാസത്തോളമായി ഇത്തരം കൊടിയ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഫലപ്രദമായൊരു ചൈൽഡ് ലൈൻ സംവിധാനമുണ്ട്. 1098 ഇതാണ് അവരുടെ നമ്പർ. ഈ കുഞ്ഞ് പഠിച്ചിരുന്ന സ്കൂളിൽ, പോയിരുന്ന വിദ്യാലയത്തിൽ, പഠിച്ചിരുന്ന ക്ലാസ്സിൽ ഇത്തരത്തിൽ കുഞ്ഞുങ്ങൾക്കെതിരായി അതിക്രമമുണ്ടായാൽ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് എന്നുള്ള ഒരു സൂചകം അവിടെ ഉണ്ടായിരുന്നു, ഒരു ദിശാസൂചി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി അത് കാണില്ലേ, ഈ കുട്ടി വിളിക്കില്ലേ? 2 ഇത്തരം സ്കൂളുകളിൽ അധ്യാപകന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു 20 കുട്ടികളിൽ കൂടുതൽ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ വ്യക്തിപരമായ ഒരു ശ്രദ്ധ, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ ഒരു അധ്യാപകന് സാധിക്കില്ല. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള മാനദണ്ഡമാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ അവസ്ഥ എന്താ? 25, 30, 35, 40 പോയി 50, 55 കുട്ടികളൊരു ക്ലാസ്സിലുണ്ട്. ഇൻഡിവിജ്വലായി പ്രത്യേകമായ ഒരു കുട്ടിയെ ശ്രദ്ധിക്കാൻ അധ്യാപികയ്ക്ക് സാധിക്കുമോ? നോക്കിയത് 7 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ഇത്തരത്തിലുള്ള ഒരു ശാരീരിക മാനസിക പീഡനം അനുഭവിക്കുന്ന ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ, മുഖത്ത് ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കാൻ അധ്യാപകർക്ക് സാധിക്കുന്നില്ല. ഞാൻ ഒരിക്കലും അധ്യാപികമാരെയോ കുറ്റം പറയുകയല്ല, അടച്ചാക്ഷേപിക്കുകയുമല്ല. അവർ വളരെയധികം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. പക്ഷേ അത്തരത്തിൽ ഒരു റേഷ്യോ പുനഃക്രമീകരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നില്ലേ? എന്തുകൊണ്ടാണ് കുഞ്ഞിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചില്ല? ഇപ്പോൾ ഞങ്ങളൊക്കെ പറയുന്ന സാധാരണ പഠനവൈകല്യമുള്ള കുട്ടികളെ കാണിക്കുന്ന ഒരു സ്ലൈഡുണ്ട്. പഠനവൈകല്യത്തെക്കുറിച്ച് ആദ്യമായി പറയുന്നത്, പഠനവൈകല്യമുള്ള കുട്ടി അധ്യാപകനോട് പറയുന്നത്, സർ അങ്ങ് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങ് പഠിപ്പിക്കുമോ എന്നാണ് ആ കുഞ്ഞ് ചോദിക്കുന്നത്. അതുപോലെയാണ്, നിങ്ങളിലേക്ക് എനിക്കെത്താൻ സാധിക്കില്ലെങ്കിൽ എന്നിലേക്ക് നിങ്ങൾക്കെത്താൻ സാധിക്കില്ലേ എന്നാണ് കുഞ്ഞ് ഈ സമൂഹത്തോട്, ഈ അധ്യാപകന്മാരോട്, ഇവിടുത്തെ സംവിധാനങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. 6 മാസം നമ്മളതിൽ പരാജയപ്പെട്ടു, ശരിയായ രീതിയിൽ തന്നെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ ശരിയുടെ ഒരു ആഴമാണ് ഞാൻ ഒന്ന് അളക്കാൻ ശ്രമിക്കുന്നത്. ഈ വ്യക്തിയുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ച് നോക്കൂ. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു വ്യക്തിയാണ്. നേരത്തെ ഒരു കേസിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു, അതിൽ ഇദ്ദേഹത്തെ വെറുതെ വിട്ടതാണെന്ന് പറയുന്നു. ലഹരിക്കടിമയായിരുന്നു. 2 കുട്ടികളെ വീട്ടിനുള്ളിലാക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന ന്യായം കുഞ്ഞുങ്ങളെ ധൈര്യവാന്മാരാക്കി വളർത്താൻ വേണ്ടി അത് ചെയ്തതാണ്. അവിടെ ഞാൻ ഈ സൂചിപ്പിച്ച നേരത്തെയുള്ള അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷണം അങ്ങനെയാണോ? പേരൻറ്റിങ് അങ്ങനെയാണോ? അതുകൊണ്ടാണോ അദ്ദേഹം അത് തൻ്റെ കുഞ്ഞുങ്ങളിലും പ്രയോഗിച്ചത്? അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴെന്താ സംഭവിച്ചത്? ആ അമ്മയ്ക്ക് എന്തുകൊണ്ട് പരാതി പറയാൻ പറ്റാത്ത വിധത്തിൽ ആ അമ്മ നിശബ്ദയാക്കപ്പെട്ടു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ?
ഭർത്താവിൻ്റെ മരണശേഷം മറ്റൊരു പുരുഷനുമായി താമസിക്കുന്നു എന്നുള്ളതിൽ പോലും കുറ്റം കാണുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ പല സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് ആ സ്ത്രീ നിശബ്ദയാക്കപ്പെട്ടു എന്നുള്ള വിഷയം പരിശോധിക്കണം. ഇത്തരത്തിൽ സമഗ്രമായ ഒരു ഇടപെടൽ നോക്കൂ. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകൾ ഈ വീട്ടിൽ ഇത്തരത്തിലൊരു ബഹളം നടന്നു കഴിഞ്ഞാൽ, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ളവർ അറിയുന്നില്ലേ? അവരെന്തുകൊണ്ട് ഇതിൽ ഇടപെടുന്നില്ല? യഥാർത്ഥത്തിൽ സമൂഹത്തിലെ ഇത്രയും പ്രവണതകളുടെ ഇത്തരത്തിൽ നമ്മൾ ക്രിയാത്മകമായി ഇടപെടാത്തതിൻ്റെ ഒരു ഇര മാത്രമാണ് ഇപ്പോഴാ വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടി. നോക്കൂ, ഞാൻ ഇപ്പോഴും വളരെ ഉറപ്പായി പറയുന്നു, ഇത്തരത്തിലുള്ള കുട്ടികൾ ഇന്നും ഈ നിമിഷവും ഇത്തരത്തിൽ പീഡനം ഏറ്റുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഈ കേരള സമൂഹത്തിലുണ്ട്. നാം അവരിലേക്ക് എത്തുന്നില്ല. നാം ഒരു ഷഫീഖിന് വേണ്ടി കാത്തിരിക്കുന്നു, നാം ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നാം ഈ ഏകലവ്യന് വേണ്ടി കാത്തിരിക്കുന്നു. അത്തരത്തിൽ അവരിലേക്ക് എത്താൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ കുഞ്ഞിന് നമ്മളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. നമുക്ക് അവരിലേക്ക് എത്താൻ എന്തു ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് കൂടി ഒരു വേദിയാണ്. അതിനൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാമൂഹ്യ ജാഗ്രത എന്നത്. സാമൂഹ്യ ജാഗ്രത ഉണ്ടാകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയും അത് പ്രവർത്തിക്കുന്നു ഉറപ്പാക്കുകയും ചെയ്യുക എന്നതും പ്രധാനമാണ്. അതിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ജസ്റ്റിസ് കമാൽ പാഷ നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നായിരുന്നു ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുണ്ടാവേണ്ട, നിശ്ചയമായും ഉണ്ടായിരിക്കേണ്ട സാമൂഹ്യ ജാഗ്രത. 6 മാസമായി ഈ ചെറിയ കുട്ടി വീടിനകത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയുടെ അയൽവാസിക്ക് ഇടപെടാൻ കഴിയുന്നില്ല എന്ന പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് ഈ പറയുന്ന, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച പ്രകാരം നമ്മുടെ പൊതുസമൂഹത്തോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു കുട്ടിയുടെ പരിമിതാവസ്ഥയിൽ നിന്നുകൊണ്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്ന തരത്തിൽ സംവിധാനങ്ങൾ തുറന്നു വെക്കപ്പെട്ടില്ല എന്ന പ്രശ്നം. ഇപ്പോൾ ഏറ്റവും അവസാനം കൊല്ലത്തെ ഈ സ്ത്രീധന പീഡനത്തിൽ ഒരു യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലും പൊതുസമൂഹത്തിനോ അയൽക്കാർക്കോ ഒന്നും ഇടപെടാൻ കഴിയാത്ത വിധം അടച്ചു വെക്കപ്പെട്ടിരിക്കുകയാണത്. അല്ലെങ്കിൽ ഇടപെടാൻ കഴിയാത്തതും നമ്മുടെ മനസ്സുകൾ അടച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ്. താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിൻ്റെ റൂട്ട് കോസ്, ശരിയായ പ്രശ്നം അവിടെ കിടപ്പണമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതൊരു വളരെ വലിയൊരു പ്രശ്നമാണ്. കാരണം സമൂഹം ഒന്ന് ജാഗ്രത കാണിച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് അവനിലേക്ക് ഒതുങ്ങുകയാണ്. സ്വകാര്യതയാണ്, പ്രൈവസിയാണ് ഇന്ന് ഏറ്റവും വിലയുള്ളത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ഇടപെടുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അടുത്ത് താമസിക്കുന്ന സഹോദരങ്ങളാണെന്നൊരു ബോധം മനുഷ്യർക്ക് വേണം. അത് നഷ്ടപ്പെട്ടു നമുക്ക്. ഒന്നത്. പിന്നെ ഇപ്പോൾ ഈ കൊല്ലത്ത് നടന്ന ഈ സംഭവം, ഇത് ഞാനൊരു കേസ് ശിക്ഷിച്ചതാണ്. ഒരു മൈമൂന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, മലപ്പുറത്തുകാരി, മലപ്പുറം അല്ല തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു കുട്ടിയാണ്. അത് ഇതേപോലെ ഭർത്തഗൃഹത്തിൽ വെച്ച് ഭർത്താവിൻ്റെ പിതാവ് വെട്ടിക്കൊന്നതാണ്. ഞാൻ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ച കേസാണത്. ആ സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. നോമ്പുകാലമാണ്. നോമ്പുകാലത്ത് വൈകുന്നേരം ആകുമ്പോൾ അകത്തൊന്നും കാണത്തില്ല. പക്ഷേ നോമ്പുകാലത്ത് ഇടയത്താഴമൊക്കെ വെളുപ്പിനെ എന്തെങ്കിലും കഴിക്കുന്നതാണ്. അതിനെ 9 മണിക്ക് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ അകത്ത് സ്റ്റൊമക്കിൽ അത് എംറ്റി ആയിരുന്നു, ഒന്നുമില്ല, പട്ടിണിയാണ്. അതിനെ വെട്ടി അറിഞ്ഞ് കൊന്നതാണ്. അതാണ് അയാളെ ഞാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു. അത് ജീവപര്യന്തമാക്കി ഹൈക്കോടതി കുറച്ചു കൊടുത്തു. അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് ഭയമുണ്ടായി. അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചെന്ന് പറഞ്ഞപ്പോൾ അയാൾ ആ പ്രതിക്കൂട്ടി മറിഞ്ഞു വിടുക കേട്ടോ. അത്രയെങ്കിലും ഉണ്ടായി. ഞാൻ പറഞ്ഞ എനിക്കത് മനസ്സിന് സമാനം ഉണ്ടായി അത് കണ്ടപ്പോൾ. അതാ ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഈ ഇങ്ങനെ ഒരു സാമൂഹ്യമായ അവബോധം വേണം. ഇപ്പം തന്നെ ഇതൊന്നും ആലോചിച്ച് നോക്കിക്കോളൂ. ഈ പെൺകുട്ടിയുടെ സംഭവം 20 കിലോ 21 കിലോ തൂക്കമായി. അതിൻ്റെ വീട്ടുകാർ ഇതിനെ കാണാൻ സമ്മതിക്കുന്നില്ല. 21 കിലോ തൂക്കം. അതിന് കൊടുത്തുകൊണ്ടിരുന്ന പഞ്ചസാര കലക്കിയ വെള്ളം, അതിൻ്റെ ഇന്റേണൽ ഓർഗൻസൊക്കെ നശിച്ചു പോകത്തില്ലേ? അതുകൂടാതെ അരി കുതിർത്ത് ഇതുമായിട്ട് വല്ലപ്പോഴും കൊടുക്കുക. ഒരു മനുഷ്യജീവിയല്ലേ ഇത്? ഇവരൊക്കെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഈ ആക്ടിവിസ്റ്റുകൾ, അതായത് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നവർ, വധശിക്ഷയ്ക്കെതിരെ പറയുന്നവർ, ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ അവർക്ക്? ഇതേപോലെ ഒരു മനുഷ്യജീവിയെ പട്ടിണിക്കിട്ട് ഇതേപോലെ ഒരു ക്രൂരത നമുക്ക് കാണാൻ കിട്ടുമോ? ഇതിനൊക്കെ വരുമ്പോൾ അതിന് വധശിക്ഷ വേണ്ട എന്ന് പറയുന്നതിൽ എന്താ ആതിര? നോക്കൂ, ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാതെ വൈകാരിക അവസ്ഥയ്ക്ക് അടിമപ്പെടുന്നവരാണ് നമ്മൾ. ഇപ്പോൾ ശ്രീ കമാൽ പാഷയെ പോലെ കർശനമായ ശിക്ഷ വേണം, വധശിക്ഷ തന്നെ വേണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇപ്പോൾ ഇന്നാണെങ്കിൽ ആ പ്രതിയെ കൊണ്ടുവരുമ്പം അവിടെ നാട്ടുകാർ രോഷാകുലരാകുന്നു, ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അത്രത്തോളം മറ്റൊരു കുട്ടിക്കുണ്ടായ പ്രശ്നത്തിൽ നമുക്ക് വൈകാരിക പ്രശ്നമുണ്ട്. അത് പക്ഷേ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ പരിസരത്തും ആ ദിവസങ്ങളിൽ മാത്രം ചുരുങ്ങിപ്പോകുന്നതിൻ്റെ പ്രശ്നം എന്താണ്? ഇത് ആവർത്തിക്കപ്പെടാതെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഷഫീഖിന് വേണ്ടിയോ ഒരു ഏകലവ്യന് വേണ്ടിയോ ഇപ്പോൾ വെന്റിലേറ്ററിൽ കിടന്ന കുട്ടിയുടെയോ ആ സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വൈകാരികമാവാൻ, ഇങ്ങനെ നമ്മുടെ സാമൂഹിക പ്രതിബദ്ധതയോടെ ഇടപെടാൻ, പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ. അതിന് മുൻപ് നമുക്ക് പറ്റാത്തതിൻ്റെ കാരണം എന്താണ്?
അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതിനോടായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇപ്പം സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ഇൻസിഡൻറ്റ് കണ്ട മനുഷ്യനുണ്ടാവുന്ന രീതിയിലുള്ളൊരു റെസ്പോൺസ് എന്നുള്ള നിലയ്ക്കാണ് ഒന്ന്. പിന്നെ ഈ പറഞ്ഞ പോലെ വലിയ രീതിയിലുള്ള മീഡിയ അറ്റൻഷൻ പ്രതികരണങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ പ്രതികരണങ്ങൾക്കൊക്കെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പേ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരാളെ എങ്ങനെയാണ് നമ്മുടെ സമൂഹം കാണുന്നത്? ഒന്നും വേണ്ട, മറ്റുള്ളവർക്ക് വേണ്ടി നടത്തുന്ന ഒന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് കരുതുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോടുള്ള നമ്മുടെ പൊതു ബോധം എന്താണ്? ഇതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനത്തോടുള്ള നമ്മുടെ പൊതുബോധം എന്താണ്? അപ്പോൾ അവനവനിലേക്ക് ചുരുക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനത്തിനകത്തു നിന്ന് മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കാൻ പോലും വേണ്ട എന്ന് പറയുന്ന ഒരിടത്തു നിന്നാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത്. മറ്റൊന്ന്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊക്കെ കുറേ കൂടി ഒരുപാട് സമീപകാലത്ത് മാറിയിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷെ അതിനൊക്കെ നിയോഗിക്കപ്പെടുന്ന കമ്മ്യൂണിറ്റി വർക്കേഴ്സായിട്ടുള്ള ആളുകൾ, അംഗൻവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, ഇവരൊക്കെ ഏറ്റെടുക്കേണ്ടുന്ന എന്തെന്ത് ഉത്തരവാദിത്തങ്ങളും ഭാരിച്ച ചുമതലകളുമാണ്. ഒരു മനുഷ്യന് സാധ്യമാവുന്ന ഉത്തരവാദിത്തങ്ങളല്ലേ ഒരു പദവിയിലിരിക്കുന്ന ആളുകളെ ഏൽപ്പിക്കേണ്ടത്? അതിനേക്കാൾ എത്രയോ ഒരാൾക്ക് മനുഷ്യ സാധ്യമായതിലും എത്രയോ ഏറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുക തുച്ഛമായ ശമ്പളത്തിൽ. എന്നിട്ട് അവരത് ചെയ്തില്ലെങ്കിൽ അവരെന്ത് ചെയ്തില്ല എന്നുള്ള ചോദ്യം മുറവിലേക്ക് മറുഭാഗത്ത് വരുന്നു. ഇപ്പോൾ അംഗൻവാടി വർക്കർ എന്തുകൊണ്ട് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ട് നിങ്ങൾ അറിഞ്ഞില്ല നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അവരെ അക്യൂസ് ചെയ്യാം. പക്ഷെ അതുപോലും കുറച്ചുകൂടി പ്രായോഗികമായ തലത്തിലേക്ക് ഇത്തരം ഇടപെടലുകൾ എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള ആലോചന കൂടി സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും വരേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇനി ഇങ്ങനൊരു സംഭവം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ സ്ത്രീയുടെ വിഷയം വന്നപ്പോൾ പോലും ഭർത്താവ് മരിച്ച ഇത്ര ദിവസത്തിനകം വേറൊരാളുടെ കൂടെ പുറത്തുക്കാൻ വേണ്ടി പോയ ഒരാൾ എന്നുള്ളൊരു ഇമേജിനപ്പുറത്തേക്ക് അത്തരം സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഭർത്താവ് മരിച്ചിട്ടുള്ള ആൾ, വിവാഹമോചനം നേടിയിട്ടുള്ള സ്ത്രീ, ഇവരൊക്കെ ഇപ്പോഴും ഈ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് നേരിടേണ്ടി വരുന്ന നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ, അതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ അവരുടെ മറ്റെന്തോ താല്പര്യങ്ങളെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പോകുന്നു. ഇതിൽ ഇവരെ ന്യായീകരിക്കാനല്ല ഞാനീ പറയുന്നത്. അങ്ങനെയുള്ള സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹം വളർന്നിട്ടില്ല എന്നുള്ളതാണ്. വിവാഹം അതിനെ വിശാലമായ തരത്തിൽ സമീപിക്കാൻ തക്ക വിധത്തിൽ നമ്മൾ എക്യുപ്ഡ് ആയിട്ടില്ല എന്നതാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടി, താങ്കളാണ് നേരത്തെ ഈ കാര്യത്തിൽ സൂചിപ്പിച്ചത്, കുട്ടികളെ ശിക്ഷിക്കുക, കുട്ടികളെ ചെറിയ കാര്യത്തിൻ്റെ പേരിൽ വഴക്ക് പറയുക, അപഹസിക്കുക, ശാരീരികമായി അവരെ പരിക്കേൽപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നു വരുന്നതേ ഉണ്ട്. പക്ഷേ രക്ഷിതാക്കൾക്ക് കുട്ടികളെ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ്. ഇപ്പം നേരത്തെ തന്നെ ഈ മുൻ ജഡ്ജി തന്നെ പറഞ്ഞതുപോലെ ന്യായമായ കാര്യങ്ങൾക്ക് ശരിയായ ശിക്ഷണം അവർക്ക് നൽകണമെന്നതാണ്. ആ ശിക്ഷണത്തിൻ്റെ തോത് എന്തായിരിക്കുമെന്ന് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയില്ല. നന്നായി ചെയ്യുന്നവരുണ്ടാവാം, ക്രൂരമായി മക്കളെ പീഡിപ്പിച്ച് നന്നാക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്, എന്നാൽ അത് പരിമിതമായി ചെയ്യുന്നവരുമൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ സമൂഹത്തിനകത്ത് വലിയ അപകടാവസ്ഥയിൽ നമ്മുടെ കുട്ടികളുടെ ഒരു സമൂഹം നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണല്ലോ. ഇപ്പോഴും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അത് എത്രത്തോളം ഗൗരവതരമായൊരു പ്രശ്നമായിട്ട് താങ്കൾ എടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക? ഇതിനെല്ലാം ഒന്ന് സുതാര്യമാക്കി കളയാം, എല്ലാ കാര്യത്തിലും കുറച്ചുകൂടി പുരോഗമന സ്വഭാവമുള്ള എന്തെങ്കിലും ഒരു സമീപനം കൊണ്ടുവരാമെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി എൻ്റെ അവകാശം എന്ന നിലയ്ക്ക് വിചാരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എത്രത്തോളം റിസ്ക്കിയാണ് ഡോക്ടർ? നോക്കൂ, ഇത് നമുക്ക് എൻ്റെ കുട്ടി എന്ന് ഉള്ള ഒരു അടിസ്ഥാന തത്വമല്ല, കുട്ടി സമൂഹത്തിൻ്റേതാണ്. നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഉദാഹരണം നാം കാണിക്കുന്നുണ്ട്. പിറന്ന് വീഴുന്ന ഓരോ കുഞ്ഞിൻ്റെ പുറത്തും സ്റ്റേറ്റിനൊരവകാശമുണ്ട്. ഒരു ക്രൈം, കമാൽ പാഷ സാറൊക്കെ ഉണ്ട്, ഒരു കുറ്റകൃത്യം ചെയ്തത് സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റകൃത്യമായിട്ടാണ് ഞാൻ പൊതുവെ നിയമം വിവക്ഷിക്കുന്നത്. അശരണരും ആരംഭഹീനരും ഒട്ടും തങ്ങളെ സഹായിക്കാൻ പറ്റാത്തവരുമായ ആൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യം സ്റ്റേറ്റിനെതിരായിട്ടുള്ള കുറ്റകൃത്യമാണ്. നമ്മുടെ നാട്ടിലെ പേരൻറ്റിങ്ങിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ പൊതുവെ പേരൻറ്റിങ് രണ്ട് രീതിയിലാണ് പോകുന്നത്. ഒന്ന്, ചില ആൾക്കാർ പൊതുവെ വിചാരിക്കുന്നത് തങ്ങൾ ഒന്നെങ്കിൽ വ്യക്തിപരമായി നന്നായി, അല്ലെങ്കിൽ തങ്ങൾ ഒന്നെങ്കിൽ അങ്ങ് ചീത്തയായിപ്പോയി. തങ്ങൾ നന്നായെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ്. അതേ പേരൻറ്റിങ് ശൈലി തന്നെ ഞാൻ എൻ്റെ കുട്ടികളുടെ പുറത്ത് പ്രയോഗിക്കുന്നു. രണ്ടാമത്തെ കൂട്ടം പേരൻറ്റ് സ്വയം അല്പം തൻ്റെ മാതാപിതാക്കൾ വളർത്തിയതുകൊണ്ട് തങ്ങൾ കുഴപ്പത്തിലായിപ്പോയി എന്ന് വിചാരിക്കുന്നവരെന്താ വിചാരിക്കുന്നത്? തങ്ങളെ ഇങ്ങനെ വളർത്തിയതുകൊണ്ട് തങ്ങൾക്ക് കുഴപ്പമുണ്ടായി, അതുകൊണ്ട് ഞാനിതിൻ്റെ ഘടകവിരുദ്ധമായ രീതിയിൽ വളർത്താം. അല്ലാതെ പേരൻറ്റിങ് എന്ന് പറയുന്ന കാര്യത്തിൽ ശാസ്ത്രീയ സമീപനം ഇല്ല, ഒട്ടും തന്നെ ഇല്ല. നമുക്ക് പല കാര്യങ്ങളിലും ശാസ്ത്രീയ സമീപനം കുറവാണ്, ഇതിലും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താ ശിക്ഷ എന്ന് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എന്താണ് ശിക്ഷ? നമുക്ക് ശിക്ഷ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ പോലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ശിക്ഷ എന്ന് പറയുമ്പോൾ വടിയുമായി നിൽക്കുന്ന ഒരാളെ കാണിക്കുന്നത്. ശിക്ഷ വടി കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമല്ല. ഒരു കുഞ്ഞിനോട് ഇപ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥിതി പോകുന്ന ഒരു രീതിയുണ്ടല്ലോ,
എന്ത് കുറ്റകൃത്യത്തിന് എന്ത് ശിക്ഷയാണെന്ന് നേരത്തെ പറയുകയും അത് കുറ്റകൃത്യം ചെയ്തതിന് ശേഷം അതിനനുസ്യൂതമായി പെട്ടെന്ന് തന്നെ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു കുറ്റകൃത്യവും ആവർത്തിക്കാതിരിക്കാനുള്ള ശാസ്ത്രീയമായ രീതി എന്ന് നമുക്കറിയാം. ഇവിടെ കുട്ടികളുടെ പുറത്ത് എന്താ സംഭവിക്കുന്നത്? ശിക്ഷ എന്ന് പറയുമ്പോൾ കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നൽകാതിരിക്കുന്നത് ശിക്ഷയാണ്. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നത് ശിക്ഷയാണ്. അവന് ഇഷ്ടപ്പെട്ട TV പ്രോഗ്രാം കാണിക്കാതിരിക്കുന്നതും ശിക്ഷയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശിക്ഷകളും നിലവിലുണ്ട്. ശിക്ഷയുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താ? ഒരു സുഖകരമല്ലാത്ത സ്വഭാവത്തിൻ്റെ ആവൃത്തി കുറയ്ക്കുക, അതിൽ അവൻ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ്. വീണ്ടും അത് ചെയ്യരുത്. അപ്പോൾ ശിക്ഷിക്കുന്നതിന് മുമ്പ് പോലും നമുക്ക് കുഞ്ഞിനോട് പറയാം, നിൻ്റെ നല്ല സ്വഭാവത്തിന് ഈ സ്വഭാവം നിൻ്റെ ഭാവിയിലേക്കുള്ള പോക്കിന് നല്ലതല്ല, അതുകൊണ്ടാണ് നിന്നെ ശിക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായ ശിക്ഷാ രീതികളുണ്ടാകണം, അതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാവണം. എൻ്റെ കുഞ്ഞാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്ന് പറ്റത്തില്ലല്ലോ. നോക്കൂ, നമ്മൾ അങ്ങനെയല്ലല്ലോ നിയമത്തിൽ കാണിച്ചിരിക്കുന്നത്. എൻ്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നൊരു നിയമമൊന്നും ഇവിടെ ഇല്ലല്ലോ. എൻ്റെ ഭർത്താവായതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്നും ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അവകാശങ്ങളുണ്ട്. ആ അവകാശം യഥാർത്ഥത്തിൽ സംരക്ഷിക്കാൻ സ്റ്റേറ്റാണ് മുന്നിട്ടിറങ്ങേണ്ടത്. സ്റ്റേറ്റ് ഇതിന് ഏൽപ്പിച്ചിരിക്കുന്ന ധാരാളം സംവിധാനങ്ങളുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളുണ്ട്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡുകളുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അത്തരം സംവിധാനങ്ങൾ കുഞ്ഞുങ്ങളുടെ ഇത്തരം അവകാശത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കണം. അതെല്ലാവരിലും ഉണ്ടാകണം. ഇപ്പോൾ അടുത്ത വീട്ടിലെ കുഞ്ഞിനെ തല്ലിയിട്ട് മാരകമായി തന്നെ തല്ലുന്നു എന്ന് വിചാരിക്കുക. ഇടപെടാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ? അവൻ്റെ കുഞ്ഞിനെ അവൻ തല്ലുന്നതിൽ ഞാനെന്തിന് ഇടപെടണമെന്നുള്ള ചിന്തയാണ്. ഡോക്ടർ, ഞാൻ ആ കാര്യത്തിൽ നേരത്തെ ശ്രീ ആതിര ചോദിച്ചതുപോലെ അത്തരം പുരോഗമന സ്വഭാവമുള്ള മൂല്യങ്ങൾ കൊണ്ടുവരുന്നതിന് നിയമപരമായുള്ള ഇടപെടലിന് ഒക്കെ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിനകത്ത് ഈസിയായത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വിചാരിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെയല്ലോ. എൻ്റെ കുടുംബം, എൻ്റെ സവിശേഷാധികാരം, അവിടുത്തെ ഗൃഹനാഥൻ, പിന്നെയുള്ള സ്ത്രീകൾ, അതിന് താഴെയുള്ള കുട്ടികൾ, ആ തരത്തിലുള്ള ഒരു സമൂഹത്തിനകത്തേക്ക് ഈ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ചിന്താധാരയിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് പുതിയ കാര്യവുമല്ല, ഇത് നിയമമുള്ളതാണ്. ഇതിലെന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതിന് മാതൃകാപരമായി ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇത്തരത്തിൽ നേരത്തെ അതിന് വേണ്ട സൂചിപ്പിച്ച പോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വൈകാരിക പ്രതികരണങ്ങൾ ഇത്തരത്തിലൂടെ നമുക്ക് ചാനലൈസ് ചെയ്യാൻ സാധിക്കണം. അല്ലാതെ അപ്പോൾ അവിടെ നിന്ന് ആ അമ്മയെ ശിക്ഷിക്കൂ, അയാളെ ശിക്ഷിക്കൂ എന്നൊക്കെ, ഞാൻ അയാളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാം. അയാൾ ഇത്തരത്തിലുള്ള ക്രൂരമായ പേരൻറ്റിങ്ങിൻ്റെ ഇരയായിരുന്നോ എന്ന് പരിശോധിക്കണ്ടേ? ആ ഇര തന്നെയാണോ വളർന്നൊരു വേട്ടക്കാരനായത്? ലഹരിക്ക് അടിമപ്പെട്ട കുറ്റകൃത്യങ്ങൾ ചെയ്തിരുന്ന ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ നിന്ന് ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ടോ? ഇതിലെ കുറ്റാരോപണത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുന്നുണ്ടോ? അപ്പോൾ ഓരോ കുറ്റകൃത്യവും ഭാവിയിലേക്ക് ഈ കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാനുള്ള ദിശാസൂചന. ഓക്കെ, ഒപ്പം തന്നെ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പിന്നിലുള്ള ഒന്നാണ് ലഹരി. ലഹരി മാത്രവുമല്ല, മന്ത്രവാദം പോലെയുള്ള മോശം എല്ലാത്തിൻ്റെയും ഭാഗമായി പലപ്പോഴും കാണാറുണ്ട്. അതുകൂടി പരിശോധിക്കണം. ഒരു ഇടവേള കൂടി. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ കമാൽ പാഷ, ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലഹരിയും മന്ത്രവാദവും ഒക്കെ ഇത്തരം ക്രൈമുകളുടെ എല്ലാം പിന്നിലൊരു പ്രധാനപ്പെട്ട ഫാക്ടറായി പ്രവർത്തിക്കുന്നത് കാണാം. ഇപ്പം മന്ത്രവാദം നോക്കൂ, ഇപ്പോൾ കൊല്ലത്തുണ്ടായിട്ടുള്ള 20 കിലോ തൂക്കത്തിലേക്ക് കുറഞ്ഞു വന്ന് പോഷകാഹാരമില്ലാതെ ഒരു യുവതി മരിച്ച സംഭവത്തിൽ മന്ത്രവാദം ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നുവെന്ന് കരുതുന്നു. അത് പേടിച്ചാണ് ആ നാട്ടിൽ പല ആളുകളും ആ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അന്വേഷിക്കാൻ പോകാതിരുന്നത്. ഈ മന്ത്രവാദത്തിൻ്റെ ഇരകളാക്കപ്പെടുന്നതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് എന്ന് നമുക്കറിയാം. അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ വലിയ പ്രബുദ്ധതയും വളരെ അപ്ഡേറ്റഡായ ജനതയാണെന്നൊക്കെ പറയുമ്പോഴും ഇതിന് പിന്നാലെ വല്ലാതെ പോകുന്നതുമുണ്ട്. ഇത് തടയാൻ കഴിയാത്തതിന് പിന്നിൽ നിയമപരമായ വല്ല പരിമിതിയുമുണ്ടോ? അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ നടന്നു പോകണം, സംരക്ഷിക്കപ്പെടണം, എന്നത്തേക്കും അത് വേണം. അതാണ് ശരി എന്ന് കാണുന്ന ഒരു സമൂഹത്തിനെ നമ്മളിപ്പോൾ കാണുന്നില്ലേ? അത് കാണുന്നിടത്തോളം കാലം ഈ മന്ത്രവാദത്തിനൊക്കെ വളരെ വലിയ വിലയാണ്. മന്ത്രവാദമൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആളുകളുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ആളുകൾക്ക് എന്ത് മന്ത്രവാദം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക്? ഇവിടെ ദൈവമല്ലേ ആകെ ഉള്ളത് വലുത്, അത് കണ്ടാൽ മതിയല്ലോ. അത് മന്ത്രവാദം എന്ന് പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ മനുഷ്യ സൃഷ്ടിയായ വികലമായ സങ്കല്പങ്ങളല്ലേ. അതുപോലും വിശ്വസിക്കാൻ നമ്മുടെ നാട്ടിൽ ആളുണ്ട്. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ ആചാരങ്ങളും ഇതുപോലെ ദുരാചാരങ്ങളും എല്ലാം എന്നത്തേക്കും വേണം, അതാണ് ശരി എന്ന് കരുതുന്ന ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം ഈ സമൂഹം രക്ഷപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെ മന്ത്രവാദത്തിനൊക്കെ വലിയ വില വരും, എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും. ഓക്കെ, മന്ത്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ സമൂഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല നിരാശയാണുള്ളത്. ആതിര നോക്കൂ, ഇവിടെ ഈ പറഞ്ഞ ഇപ്പോൾ ഈ ലഹരി വസ്തുക്കളുടെ കാര്യം എടുക്കാം. തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഘം ലഹരിക്കടിമയായിരുന്നു. ഇപ്പോൾ ഈ അരുൺ ആനന്ദ് എന്ന് പറയുന്ന പ്രതി ലഹരിക്കടിമയാണ്. നേരത്തെ കേതൽ എന്ന് പറയുന്ന മാതാപിതാക്കളെ കൊന്ന യുവാവ് ലഹരിക്കടിമയായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ലഹരി ഒരു പ്രധാന ഘടകമായി കാണാൻ കഴിയും. അത് കർശനമായി നിയന്ത്രിക്കുക എന്നത് ഒരു ഇത്തരം സാങ്കേതികമായ നടപടികൾ കൊണ്ട് തന്നെ സാധ്യമാകുന്ന കാര്യമാണല്ലോ. മറ്റൊരു സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ വലിയ റിസ്ക് ഉണ്ട്, പ്രയാസമുണ്ട്.
ഇത് പക്ഷേ കുറച്ചുകൂടി ഈസിയായി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആ കാര്യത്തിൽ സ്റ്റേറ്റിന് വീഴ്ച പറ്റുന്നുണ്ടോ? ഈ ലഹരിയും ഈ പറഞ്ഞ പോലെ മദ്യമായാലും മറ്റു മയക്കുമരുന്നായാലും നിയന്ത്രിക്കാൻ നിരവധി നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ചെറിയ ക്വാണ്ടിറ്റി പോലും കൈവശം വെച്ച് നിൽക്കുന്നത് വലിയ പണിഷ്മെൻറ്റ് കിട്ടുന്ന കുറ്റകൃത്യമാണെന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ നിയമങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുന്ന സമയത്തും അതിന് പുറകെ നടക്കുന്ന ആളുകൾക്ക് അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു അധോലോകവും സജീവമാണ് എന്നുള്ളതാണ്. അവരെത്രത്തോളം കണ്ടുപിടിക്കാനും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനെല്ലാം എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന്, ലഹരി ഒരു മറയായിട്ടാണ് സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് കേസുകളൊക്കെ വരുന്ന സമയത്ത് മദ്യപിച്ചിട്ട് ഇവർ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് SIനെ തല്ലുന്നില്ല, ഭാര്യേനെ മാത്രമേ തല്ലുന്നുള്ളൂ. ഈ പറഞ്ഞ ആളും വഴിയിലുള്ള ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല. വന്നിട്ട് വീട്ടിനകത്ത് ഉള്ള ഈ ചോദിക്കാനും പറയാനും തീരെ കൽപ്പില്ലാത്ത കഴിയാത്ത കുട്ടീനെയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലഹരി അതിനൊരു മറയായി നിൽക്കുകയും ഈ അധികാര കേന്ദ്രമായി തീർന്നിട്ടുള്ളൊരു മനുഷ്യന് എന്തും ഈ ഒരു ആ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ മറ്റാരെയും ഉപദ്രവിച്ച കേസ് ഈ പറയുന്ന രീതിയിൽ ഇയാളൊരു കേസിൽ പ്രതിയെങ്കിലാണ്. പലരും മറ്റാരെങ്കിലും ഉപദ്രവിച്ച ഒരു കഥ പോലും നമുക്ക് പറയാനില്ല. പെറ്റി കേസ് പോലും പലരുടെയും കാര്യത്തിൽ നമുക്ക് കേൾക്കാനില്ല. പക്ഷേ വീട്ടിനകത്തെത്തുന്ന സമയത്ത് അവരുടെ അധികാര കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് എത്രത്തോളം ഉപയോഗിക്കുക, ആയുധങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദന രീതികൾ ഉപയോഗിക്കുന്നതിന്, അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ മദ്യപിച്ചിട്ടായിരുന്നു, മയക്കുമരുന്നിൻ്റെ അടിമയായിരുന്നു എന്നുള്ളത് അതിനൊരു മറയായിട്ട് വരുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർ മറ്റാരെയും ഉപദ്രവിക്കാതിരിക്കുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഇതിനൊരു പലതിനും ഒരു മറയായിട്ട് ഈ ഇത്തരം ഡോക്ടർ ഈ പറഞ്ഞ കാര്യത്തിനൊരു മറുപടി വേണം. ഒന്നാമത് ഈ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ സെലക്റ്റീവായ മാത്രം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു എന്നത്. മറ്റൊന്ന്, നമുക്ക് ഇത്തരം ഇൻസിഡൻസ് ഉണ്ടാവുന്നത്, കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്, കുട്ടികൾക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കഴിയാത്തത് മൂലമുണ്ടാവുന്ന ഏറ്റവും അവസാനത്തെ ദുരന്ത പര്യവസായ സാഹചര്യം, ഇതൊക്കെ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ ചെറുതായെങ്കിലും മാറ്റി ചിന്തിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ സ്റ്റേറ്റും സിസ്റ്റവും ഒക്കെ ഇടപെടുന്നത് മാറ്റി നിർത്താം. സ്വയമേവ മാറാനുള്ള ടെൻഡൻസി കാണിക്കും. താങ്കൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ. കുട്ടികളുമായി ആശയവിനിമയം നടത്തുമ്പോൾ, അവരുടെ മാതാപിതാക്കളുമായി ആശയവിനിമയം നടത്തുമ്പോഴൊക്കെ തങ്ങളുടെ കുട്ടിക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കാൻ, അവൻ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇത്തരം സംഭവങ്ങൾ ആളുകളെ ചെറുതായെങ്കിലും പ്രേരിപ്പിക്കുന്നുണ്ട്, മാറ്റത്തിന് ചെറിയ ഒരു സൂചന കാണുന്നുണ്ട് എന്ന ശുഭപ്രതീക്ഷയുണ്ടോ? തീർച്ചയായും. ഇതിൽ ആദ്യം മാഡം സൂചിപ്പിച്ച ആ മദ്യവും മയക്കുമരുന്നും ഒരു മറയായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായി ആ വിശകലനം ശരിയല്ല. കാരണം ഈ മദ്യം ഉപയോഗിക്കുന്ന, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ തലച്ചോറിൽ ആത്യന്തികമായി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ തലച്ചോറിൽ ആത്യന്തികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ട് ഇവർക്ക് ഇമ്പൾസിവിറ്റി എന്ന് പറയും, എടുത്ത് ചാടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും അവരുടെ സ്വഭാവത്തിൽ അവരുടെ തലച്ചോറിനുള്ള നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി SIയെ മർദ്ദിക്കുന്നില്ല എന്നുള്ള ഒരു വാചകത്തിൽ നിന്ന് തന്നെ പറഞ്ഞാൽ, ഇത്തരത്തിൽ മദ്യപിച്ചിട്ടുള്ള ആൾക്കാരുടെ എത്രയോ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും പോലീസ് തന്നെ പുറത്ത് വിട്ടതുമായ ധാരാളം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം സ്വഭാവത്തിൻ്റെ പുറത്ത് തലച്ചോറിനുള്ള നിയന്ത്രണം, തലച്ചോറിനൊരു ബ്രേക്കിംഗ് ഇഫക്റ്റ് ഉണ്ട്. അത് മാറിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായും അത് മദ്യത്തിൻ്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. എത്ര അളവ് കൂടുതൽ കഴിക്കുമ്പോഴാണോ, അത് വ്യക്തിപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ ഒരു സ്വഭാവ വ്യതിയാനം ഉണ്ടാകുന്ന അളവിലായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക്. അതിനും ധാരാളം ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയ വശം അങ്ങനെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള ഓരോ സംഭവങ്ങളും ഒരു സൂചകമായിരിക്കണം. സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളെക്കുറിച്ചുള്ള അവബോധം, തങ്ങളുടെ ശിക്ഷ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ എത്രത്തോളം ബാധിക്കുമെന്നതിനെക്കുറിച്ചൊരു ബോധം മാതാപിതാക്കൾക്കുണ്ടാകണം. അത് ശാരീരികമല്ല. നോക്കൂ, നമ്മുടെ പല കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ശാരീരിക പീഡകൾ നടക്കുന്നില്ല, ഇത്തരത്തിലുള്ള മാനസികമായ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ ഇകഴ്ത്തിക്കെട്ടുകയും അവനെ കുറ്റം പറയുകയും ഒന്നിനും കൊള്ളാത്തവനെന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും അവനെ അപഹാസ്യനാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. അവൻ വരച്ചുകൊണ്ട് വരുന്ന ഒരു പടത്തിനെ പോലും അതിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന എത്രയോ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നിനക്ക് അവിടെ പോയിരുന്ന് പഠിച്ചുകൂടെ എന്ന് ചോദിക്കുന്നവർ. അവൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു ചോദനയെ, കഴിവിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം. പിന്നെ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. അടുത്ത ഒരു വീട്ടിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ ആർത്തനാദം കേട്ടാൽ അതിലേക്ക് ഒരു കാത് കൊടുക്കാനുള്ള, അതിൽ ഇടപെടാനുള്ള, കുറഞ്ഞ പക്ഷം അവിടെ നിയമപാലകരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം, ഒരു സൗമനസ്യം നമ്മൾ കാണിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നമ്മൾ ഈ കുഞ്ഞിനോട് ആ നിലയ്ക്കൊരു മാറ്റത്തിൻ്റെ ചുവടിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് എന്നതാണ് പരമപ്രധാനമായ കാര്യം. ഒപ്പം കുട്ടി എന്നത് കേവലമായ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നാം നിർബന്ധ ബുദ്ധിയോടെ ചലിപ്പിക്കേണ്ട ഒരു വസ്തുവല്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ മാറുക എന്നതും പ്രധാനമാണ്. നന്ദി ഡോക്ടർ മോഹൻ റോയ്, ജസ്റ്റിസ് കെമാൽ പാഷ, ശ്രീമതി PM ആതിര ഈ ചർച്ചയുടെ ഭാഗമായി നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശകലനങ്ങളും പങ്കുവച്ചതിന്. ഒരു ഇടവേള കൂടി സ്പെഷ്യൽ എഡിഷനിൽ.